എല്ലാവർക്കും CBSEയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ അറിയാം അല്ലേ? ഇതിൽ ഒരുപാട് സെഷൻസ് ഉണ്ട്. അതായത് MCQs ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിന് കൂടെ തന്നെ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. ഒരുപാട് കുട്ടികളെ കുഴപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതെ വിടുകയോ അറ്റൻഡ് ചെയ്താൽ തന്നെ ആൻസർ റോങ് ആയി പോവുകയാണ് പതിവ്. ഇതെങ്ങനെ ക്ലിയർ ആയി കൃത്യമായിട്ട് ആൻസർ ചെയ്യാമെന്നും എന്ത് ചെയ്താലാണ് ഇതിന്റെ ഉത്തരം ശരിയായ രീതിയിൽ കിട്ടുക എന്നുള്ളതും ഡിസ്കസ് ചെയ്യാനാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതിനു വേണ്ടി നമുക്കൊരു ട്രിക്ക് ഉണ്ട്. ഈ ട്രിക്ക് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസിന് 2 സ്റ്റേറ്റ്മെന്റുകളും 4 ഓപ്ഷൻസുമാണ് ഉണ്ടായിരിക്കുക. അത്രയേ ഉള്ളൂ. 2 സ്റ്റേറ്റ്മെന്റുകളും 4 ഓപ്ഷൻസും. ഈ 4 ഓപ്ഷൻ നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനെ തന്നെ നമുക്ക് 2 സെക്ഷൻ ആക്കി തിരിക്കാൻ വേണ്ടി പറ്റും. ആദ്യത്തെ 2 ഓപ്ഷനിൽ റീസണും അസേർഷനും ട്രൂ ആണെങ്കിലുള്ള കേസുകളാണ് പറയുന്നത്. ലാസ്റ്റത്തെ 2 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അസേർഷൻ ട്രൂ ആയിരിക്കും, റീസൺ ഫോൾസ് ആയിരിക്കും, അല്ലെങ്കിൽ അസേർഷൻ ഫോൾസ് ആയിരിക്കും, റീസൺ ട്രൂ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റുകൾ വാലിഡേറ്റ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇനി നമുക്ക് ട്രിക്കിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റുകളെ ഉണ്ടാവുള്ളൂ, അത് കൃത്യമായിട്ട് റീഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഈച്ച് ആൻഡ് എവ്രി പോയിന്റ് എന്ന് പറഞ്ഞ പോലെ ആ സ്റ്റേറ്റ്മെന്റിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാലിഡേറ്റ് ആണ്. അതായത് അസേർഷൻ, റീസൺ ഈ 2 സ്റ്റേറ്റ്മെന്റുകളും സെപ്പറേറ്റ് ആയി എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് വായിച്ചു നോക്കി ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കണം. ഇത്രയേ ഉള്ളൂ കാര്യം. ചില ചോദ്യങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. കാരണം റീസൺ എന്ന് പറയുന്നത് റോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ സിയോ ഡിയോ ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. ഇനി അസേർഷൻ റോങ് ആണെങ്കിൽ ഇതേപോലെ തന്നെ ഓപ്ഷൻ സിയോ ഡിയോ ഉത്തരമായിട്ട് വരും. ഇനി രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രം നിങ്ങൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോയാൽ മതി. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസേർഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വൈ അല്ലെങ്കിൽ ബിക്കോസ് എന്ന് എഴുതി വെക്കുക. അസേർഷൻ എന്ന് പറഞ്ഞാൽ വൈ എന്ന് പറയുമ്പോൾ അതാണോ റീസൺ ആയിട്ട് വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇത്രയേ ഉള്ളൂ. ഈ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് നോളേജും കൂടെ തന്നെ ലോജിക്കൽ സ്കില്ലൂടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് അസേർഷന്റെ ലോജിക്കൽ റീസൺ തന്നെയാണോ തന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ 3 സ്റ്റെപ്പ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ട്രിക്ക് എല്ലാവരും എന്ത് ചെയ്യുക, യൂസ് ചെയ്ത് നോക്കുക. ഇതേപോലെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളുടെ നിഞ്ച ബാച്ചിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക.